ഇന്ത്യൻ സിനിമാലോകം ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ടോക്സിക്. KGF എന്ന ആഗോള ഹിറ്റിന് ശേഷം കന്നഡ സൂപ്പർ താരം യഷ് നായകനാകുന്ന ചിത്രം. മലയാളത്തിന്റെ അഭിമാനമായ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം പ്രഖ്യാപനം മുതൽ വലിയ വാർത്തയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന ചിത്രത്തിന്റെ ടീസർ ഒരു വലിയ പോർവിളിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ശ്മശാനത്തിലെ ദൃശ്യങ്ങൾ മുതൽ യഷിന്റെ പഴയ നിലപാടുകൾ വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കനത്ത ചർച്ചയായി മാറിക്കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ടോക്സിക്കിനെ ചൊല്ലിയുള്ള വിവാദം എന്താണ്? യഷിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ടോക്സിക് എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ ആപ്സ് എന്ന ചിത്രത്തിന്റെ ടീസർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. 2 മിനിറ്റിലധികം നീളമുള്ള ടീസർ അത്യന്തം സ്റ്റൈലിഷായാണ് ഒരുക്കിയിരുന്നത്. എന്നാൽ ആരാധകരെ ഞെട്ടിച്ചത് അതിലെ രംഗങ്ങളാണ്. ഒരു ശ്മശാനത്തിന്റെ പശ്ചാത്തലത്തിൽ കാറിനുള്ളിൽ ചിത്രീകരിക്കുന്ന അതീവ ബോൾഡായ ഇന്റിമേറ്റ് രംഗങ്ങളാണ് സോഷ്യൽ മീഡിയയെ 2 തട്ടിലാക്കിയത്. ഒരു വിഭാഗം ഇതിനെ ഒരു ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ ആപ്സ് എന്ന് സിനിമയുടെ ടൈറ്റിലിനോട് ചേർത്ത് ന്യായീകരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം ഇതിനെ അശ്ലീലമെന്ന് മുദ്രകുത്തുന്നു. ഒരു ആക്ഷൻ സിനിമയുടെ ടീസറിൽ ഇത്രത്തോളം അശ്ലീലത ആവശ്യമുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. വിവാദങ്ങൾ വെറും സോഷ്യൽ മീഡിയ ചർച്ചകളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഇത്തരമൊരു പരാതികളിലേക്ക് വഴിമാറുകയും ചെയ്തു. കർണാടകയിലെ ആം ആദ്മി പാർട്ടിയുടെ വനിതാ വിഭാഗം ഈ ടീസറിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. ടീസറിലെ ഉള്ളടക്കം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും അശ്ലീലവുമാണെന്ന് ആരോപിച്ച് അവർ കർണാടക സംസ്ഥാന വനിതാ കമ്മീഷന് പരാതിയും നൽകി. പൊതുസമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന ഇത്തരം രംഗങ്ങൾ സെൻസർ ബോർഡിന്റെ അനുമതിയില്ലാതെ എങ്ങനെ പ്രചരിപ്പിച്ചു എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. പരാതി ഗൗരവകരമായി എടുത്ത വനിതാ കമ്മീഷൻ സെൻസർ ബോർഡിനോട് വിശദീകരണം തേടിക്കഴിഞ്ഞു. ഒരു ബിഗ് ബജറ്റ് ചിത്രത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിലെ ഈ നിയമക്കുരുക്ക് അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. ടീസറിലെ ബോൾഡ് രംഗങ്ങളിൽ അഭിനയിച്ച നടി ബിയാട്രിസ് ടൗഫൻബാച്ചിനെ ചുറ്റിപ്പറ്റിയാണ് മറ്റൊരു വിവാദം. ബ്രസീലിൽ നിന്നുള്ള മോഡലും ഗായികയുമായ ബിയാട്രിസിനെ ഗീതു മോഹൻദാസ് സെമിത്തേരി ഗേൾ എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. എന്നാൽ ടീസർ വൈറലായതോടെ താരത്തിന് നേരെ വലിയ തോതിലുള്ള അധിക്ഷേപങ്ങളാണ് സോഷ്യൽ മീഡിയയിലുണ്ടായത്. വിമർശനങ്ങൾ സഹിക്കവയ്യാതെ ബിയാട്രിസ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ചെയ്തുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒരു കലാകാരി എന്ന നിലയിൽ സിനിമയുടെ ഭാഗമായ ഒരാൾക്ക് നേരെ നടക്കുന്ന സമാനമായ സൈബർ ആക്രമണങ്ങൾ സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. അഭിനയത്തെ അഭിനയമായി കാണാൻ സാധിക്കാത്ത ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ടെന്നതിന്റെ തെളിവായി ഇതിനെ കാണാം. ഈ വിവാദങ്ങൾക്കിടയിൽ യഷിനെ വെട്ടിലാക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ പഴയൊരു അഭിമുഖവുമാണ്. വർഷങ്ങൾക്ക് മുൻപ് രമേശ് അരവിന്ദ് അവതാരകനായ വീക്കെൻഡ് വിത്ത് രമേശ് എന്ന ഷോയിൽ പങ്കെടുത്തപ്പോൾ യഷ് ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. എന്റെ മാതാപിതാക്കൾക്കൊപ്പം ഇരുന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ള ഒരു രംഗവും ഞാൻ സിനിമയിൽ ചെയ്യില്ല. അന്ന് ആരാധകർ കയ്യടിയോടെ സ്വീകരിച്ച ഈ വാക്കുകൾ ഇപ്പോൾ സമൂഹത്തിന് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അന്ന് പറഞ്ഞ മാതാപിതാക്കൾക്ക് ഈ ടീസർ കാണാൻ സാധിക്കുമോ എന്നാണ് വിമർശകരുടെ ചോദ്യം. എന്നാൽ യഷിനെ പിന്തുണയ്ക്കുന്നവരും കുറവല്ല. കാലം മാറുന്നതനുസരിച്ച് ഒരു കലാകാരന്റെ കാഴ്ചപ്പാടുകളും സിനിമയോടുള്ള സമീപനവും മാറും. 15 വർഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് അതേപടി വേണമെന്ന് ശാഠ്യം പിടിക്കുന്നത് ശരിയല്ല എന്നാണ് ഇവരുടെ വാദം. ഒരു മുതിർന്ന നടൻ എന്ന നിലയിൽ കഥാപാത്രത്തിന് ആവശ്യമായത് അദ്ദേഹം ചെയ്യാൻ ബാധ്യസ്ഥനാണെന്നും ഇവർ പറയുന്നുണ്ട്. സിനിമയുടെ സംവിധായിക എന്ന നിലയിൽ ഗീതു മോഹൻദാസിന് നേരെയും വലിയ വിമർശനങ്ങൾ ഇതോടൊപ്പം ഉയരുന്നുണ്ട്. അവാർഡ് സിനിമകളിൽ നിന്നും കൊമേഴ്സ്യൽ സിനിമകളിലേക്കുള്ള ഗീതുവിന്റെ മാറ്റം ആരാധകർ പ്രതീക്ഷയോടെയാണ് കണ്ടത്. എന്നാൽ ടോക്സിക്കിലെ രംഗങ്ങൾ സ്ത്രീകളെ വസ്തുതവൽക്കരിക്കുകയാണെന്ന ആരോപണം ഒരു വിഭാഗം സിനിമാ പ്രേമികൾ ഉയർത്തുന്നുണ്ട്. സ്ത്രീപക്ഷ നിലപാടുകൾ പറയുന്ന ഒരു സംവിധായികയിൽ നിന്നും ഇത്തരം രംഗങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നാണ് സോഷ്യൽ മീഡിയയിലെ സംസാരം. ചുരുക്കത്തിൽ യഷ്, കിയാര അദ്വാനി, നയൻതാര, താര സുതാരിയ തുടങ്ങി വമ്പൻ താരനിര അണിനിരക്കുന്ന ടോക്സിക് മാർച്ച് 19-നാണ് തിയേറ്ററുകളിലെത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആക്ഷനും ഇമോഷനും നിറഞ്ഞ ഒരു ഫെയറി ടെയിൽ ആയിരിക്കുമോ അതോ കേവലം വിവാദങ്ങളിൽ മുങ്ങിയ ഒരു ചിത്രമാകുമോ എന്ന് കണ്ടറിയണം. വിവാദങ്ങൾ സിനിമയ്ക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി നൽകുന്നുണ്ടെങ്കിലും ഈ ചിത്രം കന്നഡ സിനിമയെ മറ്റൊരു തലത്തിൽ എത്തിക്കുമെന്നാണ് സിനിമാ പ്രേമികളുടെ പ്രതീക്ഷ.